നല്ല പടമാണ്, നല്ല പടമാണ്. കാരണം ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ വിചാരിക്കുന്നത് ഇച്ചിരി മോശം പടമാണ്, അല്ലെ ഒരു ക്ലീഷ ടെംപ്ലേറ്റ് പടമെന്ന് വിചാരിക്കും. പക്ഷെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഇത് മാറും. അതായത് പടം വേറൊരു ജേണറിലേക്ക് മൊത്തത്തിൽ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഷിഫ്റ്റിങ് നല്ല രസമുണ്ടായിരുന്നു. ഓൾസോ നമ്മൾ രാംചരന്റെ ഒക്കെ ഒരു പടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കുറച്ച് ക്ലീഷ കണ്ടന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് ഇപ്പൊ നമ്മളെന്താ പറയുക, ഞാനിയൊക്കെ ചെയ്യുന്ന ടൈപ്പ് പടങ്ങളല്ല, ആ ഒരു ജേണറിലേക്ക് മൊത്തത്തിൽ മാറുന്നുണ്ട്. ഇതൊരിക്കലും ചുമ്മാ പറയുന്നത് അല്ല, സീരിയസ് ആയിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഓൾസോ എയർമാന്റെ മ്യൂസിക് പടം ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യും. അപ്പൊ എല്ലാവരും അത് കണ്ടു നോക്കുക. ആക്ഷൻസ് ഓൾസോ നല്ലതാണ്. ഓൾസോ ഇതിന്റെ സ്പോർട്സ് പാർട്ടാണ് എനിക്ക് കുറച്ചും ഇഷ്ടപ്പെടുന്നത്. സ്പോർട്സ് എലമെന്റ് പടത്തിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന രീതി നല്ല രസമുണ്ടായിരുന്നു. ആവശ്യകത ഓൾസോ ഇപ്പൊ നമ്മുടെ ഒരു അടയാളം എത്രത്തോളം സ്പോർട്സിൽ നിന്ന് കിട്ടും എന്നുള്ളത് എടുത്തു പറയണം ഈ പടം. സോ വർത്ത് വാച്ചാണ്. മാസമുണ്ട് 1000 കോടി ഒന്നും എനിക്കറിയില്ല. പക്ഷെ പടം നല്ല പടമാണ്. ഫൈറ്റ് നല്ല ഫൈറ്റാണ്, നല്ല ഫൈറ്റ് ബിൽഡ് ചെയ്തിരിക്കും കാര്യങ്ങളും. സോ കണ്ടു നോക്കല്ലേ. ഗംഭീര സിനിമ, നല്ലൊരു മെസ്സേജാണ് പടത്തോട് കൊടുക്കുന്നത്. ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമത്തിൻ്റെ ഒരു എന്താ പറയുക വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കി കാണുന്ന രീതിയിൽ അതായത് ഇന്ത്യയിൽ ഇങ്ങനെ ഈ ഒരു സിനിമയെ നമ്മൾ കാണുന്നത് നല്ല മേക്ക് ഓവറാണ്. പിന്നെ രാംചരൺ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാസ് വർക്കിംഗ് ആയിട്ട് നമ്മൾക്കൊരു സ്പോർട്സ് മൂവി പോലെയാവും. എല്ലാം വരുന്നുണ്ട്. ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും കുസ്തി ആണെന്നുണ്ടെങ്കിലും പിന്നെ ഓട്ടം, മൂന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പല സിനിമകളിലും ഒന്ന് മാത്രമാണ് എടുത്തിട്ടുള്ളൂ, മൂന്നും കൂടെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു മാസ് കൊടുത്തിട്ടുണ്ട്. തൂക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തൂക്കണം.